പ്രൈസ് ഗോഡ്. ഞാൻ സ്റ്റെല്ല ഇമ്മാനുവൽ. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. എനിക്കെൻ്റെ ഈശോ മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് നടന്നു കയറിയ ഭാരതത്തിൻ്റെ ആദ്യ വനിതാ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കുടമാളൂരിലെ ജന്മഗൃഹം മുതൽ ഭരണങ്ങാനത്തെ കബറിടം വരെയുള്ള ഈ ഒരു യാത്ര നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ പുതിയൊരു അനുഭവമായി തീരട്ടെ. നമുക്ക് ഈ യാത്ര തുടങ്ങാം. കുടമാളൂരിൽ തളിർത്ത വല്ലരിയാണ് അൽഫോൻസാമ. കോട്ടയം ജില്ലയിലെ ആർപ്പുകര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ഔസേപ്പച്ചൻ്റെയും മേരിക്കുട്ടിയുടെയും 4ാമത്തെ മകളായി 1910 ഓഗസ്റ്റ് 19 അൽഫോൻസാമ ജനിച്ചത്. അന്നക്കുട്ടി എന്നാണ് എല്ലാവരും അൽഫോൻസാമയെ ഓമനിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലാണുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതൽ പങ്കുവയ്ക്കാനായി ക്ലാരസ് സഭയിലെ തന്നെ അംഗമായ സിസ്റ്റർ എലൈസ് മേരി നമ്മളെ കാത്തിരിപ്പുണ്ട്. നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. എനിക്ക് അൽഫോൻസാമയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ എന്നോട്? സന്തോഷം. വരൂ സ്റ്റെല്ല. ഈ വീട് അൽഫോൻസാമയുടെ ഇച്ചാസൻ പണി കഴിപ്പിച്ചതാണ്. ഈ ഓഗസ്റ്റ് 19 അൽഫോൻസാമ ജീവിച്ചിരുന്നുവെങ്കിൽ 116 വയസ്സുണ്ടാകുമായിരുന്നു. അപ്പം അത്രയും പഴക്കമുള്ള വീടാണിത്. ഇതിൻ്റെ വാതിൽ കണ്ടോ, വളരെ ചെറിയ വാതിലാണ്. അൽഫോൻസാമയുടെ അച്ചാസൻ ജീവിച്ചിരിക്കെ അൽഫോൻസാമ മരിച്ചതിന് ശേഷം ഈ മുറിയിൽ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അൽഫോൻസാമയുടെ ചേച്ചി കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുകയായിരുന്നു. ആ ചേച്ചിയുടെ മകള് തെറമ്മ ഒരു 11 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അൽഫോൻസാമയുടെ മൃതസംസ്കാരത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്ന ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവളുടെ കാലിൽ കരപ്പൻ എന്നൊരു രോഗം വന്നു. അപ്പോൾ അൽഫോൻസാമയുടെ ഇച്ചാച്ചൻ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കുടുംബത്തിലെ വൈദ്യന്മാരായിരുന്നു ഇവർ പരമ്പരാഗതമായിട്ട് തന്നെ. അപ്പോൾ ഇവർ ചികിത്സിക്കാൻ തുടങ്ങി. ഈ മുറിക്കുള്ളിൽ അവിടെ ഒരു ജനാല കണ്ടോ, തെറമ്മ ഇവിടെ കിടക്കുന്നു, പായ വിരിച്ച് കിടക്കും. ആ ജനലിൽ മടക്കുപടി എന്നറിയണത് അതിൻ്റെ മേശയിൽ അച്ചാച്ചൻ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വൈകിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പാതി ഉറക്കത്തിൽ ആ മോള് അൽഫോൻസാമ അടുത്ത് വന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ കൊച്ചമ്മ എന്ന് വിളിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങി. അവിടെ കിടന്നിരുന്ന അച്ചാച്ചൻ ഈ കുഞ്ഞിൻ്റെ സംസാരമെല്ലാം കേട്ടു. അപ്പോൾ അൽഫോൻസാമയോട് ആദ്യമേ പറയണത്, കൊച്ചമ്മയെ എനിക്ക് കാല് വേദനിക്കുന്നു. അപ്പോൾ അൽഫോൻസാമ ഇവിടെ ചാഞ്ഞിരുന്ന് കുഞ്ഞിൻ്റെ കാലെടുത്ത് ഊതിക്കൊടുക്കുന്നു. കുഞ്ഞ് അൽഫോൻസാമയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അച്ചാച്ചൻ അതെല്ലാം കേൾക്കുന്നുണ്ട്. കുഞ്ഞ് ഏറ്റവും ഒടുവിൽ പറയണത്, കൊച്ചമ്മയെ ഞാൻ വിളക്ക് കത്തിക്കട്ടെ? അൽഫോൻസാമ അതിൻ്റെ മറുപടി പറഞ്ഞ്, വേണ്ട, ഞാൻ പോവുകയാണ്. പിന്നെ ഈ മോളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ചാച്ചൻ വിളിച്ച് ചോദിച്ചു, കുഞ്ഞെ, നീ ആരുടെ വർത്തമാനം പറഞ്ഞിരുന്നത്? അത് ചാച്ചാ, കൊച്ചമ്മ എന്നെ കാണാൻ വന്നു, എൻ്റെ കാലിൽ ഊതി തന്നു, എൻ്റെ വേദന കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവർ നേരം വെളുത്ത് നോക്കുമ്പോൾ ആ വെള്ളം ഒലിപ്പിച്ചിരുന്ന കാല് നല്ലതുപോലെ ഉണങ്ങി തുടങ്ങിയത്. പിന്നെ ഒരാഴ്ച കൊണ്ട് ഈ കാലിൻ്റെ അസുഖം മാറി. ഇതെന്നോട് ആ തെറമ്മ ചേച്ചി തന്നെ പറഞ്ഞ അനുഭവമാണ്. അതാണ് ഈ മുറിയുടെ പ്രത്യേകത. നമുക്കിനി അടുത്ത മുറിയിലേക്ക് പോകാം. ഇത് കണ്ടോ, തറ മെഴുകിയിരിക്കുന്നത് ചാണകം ഉപയോഗിച്ചാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട് തെറമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ചാണകം മെഴുകിയിട്ടുണ്ടായിരുന്നു. അത് കളയാതെ ഒരു മുറി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത് പിൽക്കാല തലമുറകൾക്ക് അൽഫോൻസാമയുടെ വീട് ഇങ്ങനെ ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മളല്ല ഇത് മെഴുകുന്നത്, ഒരു നേർച്ചയാണ്. ഇവിടെ ചാണകം കൊണ്ടുവന്ന് മെഴുകി പ്രാർത്ഥിച്ചാൽ ആ കാര്യം 101% നടക്കുന്നതായിട്ടാണ് നമുക്ക് അവരുടെ പ്രാർത്ഥനകൾ, നിയോഗം സാധിച്ചു കിട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് 17 വർഷമായ ദമ്പതികൾ, അവർക്ക് മക്കളില്ലായിരുന്നു. ഒരുപാട് ചികിത്സകൾ നടത്തി. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു, ഇവിടെ വന്നിങ്ങനെ ചാണകം മെഴുകി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുണ്ടാകും എന്ന്. അങ്ങനെ അവരിവിടെ വന്ന് പല പ്രാവശ്യം ചാണകം മെഴുകി പ്രാർത്ഥിക്കുകയും
അൽഫോൻസാമ്മയുടെ വീട്ടുകാരുടെ കിണറ്റിലെ വെള്ളം തീർത്ഥജലം പോലെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഇരട്ട കുട്ടികളുണ്ടായി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ അൽഫോൻസാമ്മ കൊടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് അൽഫോൻസാമ്മയുടെ വീട്ടുകാരുടെ പത്തായമാണ്. നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിത്. വാ, ഇതേ അൽഫോൻസാമ്മ കിടന്ന കട്ടിലാണ്, ഒരു വിശുദ്ധ കിടന്ന കട്ടിൽ. ഈ കട്ടിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ശരിക്കും ഒത്തിരി പേരുടെ, ഞാൻ ഇവിടെ CCTV ഉണ്ട് റൂമിൽ, അപ്പോൾ നമ്മളതൊക്കെ നോക്കാറുണ്ട്, കാണാറുണ്ട്. ആളുകൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചാഞ്ഞ് മുട്ടയിലിരുന്ന് ഈ കട്ടിലേക്ക് ചാഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ മമ്മിയുടെ മടിത്തട്ടിലിരിക്കുന്ന പോലെ ചാഞ്ഞിരുന്ന് അവരുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. അൽഫോൻസാമ്മയുടെ സഭയിലെ സിസ്റ്റേഴ്സാണ് ഇവിടെ താമസിക്കുന്നത്, ക്ലാരി സഭക്കാരാണ്. ഞങ്ങൾ 10 പേരുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് സമൂഹം ഒരുമിച്ച് 36 ത്രിത്വസ്തുതി, അത് അൽഫോൻസാമ്മയുടെ വയസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അൽഫോൻസാമ്മ മരിക്കുമ്പോൾ 36 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെയും ഞങ്ങൾ പ്രേരിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. മോളെ, അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങൾ ഓരോന്നും ഈ ഭിത്തിയിൽ ഇങ്ങനെ ആലേഖനം ചെയ്ത് വച്ചിട്ടുണ്ട്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം കണ്ടോ? വല്യമ്മച്ചിയുടെ സ്നേഹം ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, വല്യമ്മച്ചിമാരുടെ സ്നേഹം. ഈ ചാപ്പലിൻ്റെ വലിയ അൾത്താരയ്ക്ക് പിന്നിൽ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ആ സക്രാരി ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് അൽഫോൻസാമ്മ ഇവിടെ കുട്ടിയായിരിക്കെ ഒരു പന നിന്ന സ്ഥലമാണ്. അൽഫോൻസാമ്മ ഈ വീട്ടിൽ നിന്ന് വിശുദ്ധരുടെ പുസ്തകമൊക്കെ എടുത്ത് ആ പനയിൽ പോയി ചാരിയിരുന്ന് പ്രാർത്ഥിക്കുകയും ശരിക്കും സങ്കടം വരുമ്പോൾ ദൈവത്തോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം ഞങ്ങൾ നിത്യാരാധന ചാപ്പലാക്കി ആ പന നിന്ന സ്ഥലത്താണ് സക്രാരി വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാളുടെ സ്വപ്നങ്ങളും കണ്ണുനീരും ദുഃഖവും എല്ലാം പെയ്തിറങ്ങിയ ആ സ്ഥലത്ത് തന്നെ ഇന്ന് ഈശോയുടെ വസതിയാക്കിയിരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ കുടമാളൂർ സെന്റ് മേരീസ് മേജർ എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1000 വർഷത്തിനടുത്ത് പഴക്കമുള്ളൊരു ദേവാലയമാണിത്. വിശുദ്ധ അൽഫോൻസാമ്മയായിട്ട് വളരെ വലിയൊരു ബന്ധമുള്ളൊരു ദേവാലയമാണിത്. എന്താണ് ആ ഒരു ബന്ധം എന്നത് നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ആർച്ച് പ്രീസ്റ്റിനോട് തന്നെ ചോദിച്ചറിയാം. നമ്മൾ കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പഴയ പള്ളി ദേവാലയത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഈ ദേവാലയം 900 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഇവിടുത്തെ നാടുവാഴിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ഇവിടെയുള്ള ക്രൈസ്തവർക്കായിട്ട് പണി കഴിപ്പിച്ചു തന്ന ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവാലയമാണ്. കുടമാളൂർ മുത്തിയമ്മ എന്ന പേരിലാണ് ഇവിടുത്തെ ദൈവമാതാവിൻ്റെ ആ സാന്നിധ്യത്തെ ജനങ്ങൾ ഓർമ്മിക്കുക. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജനനത്താൽ അനുഗ്രഹീതമായ നാടാണ് കുടമാളൂർ. അൽഫോൻസാമ്മ 1910 കുടമാളൂർ പൂജാതയായത്. 8 ദിവസങ്ങൾക്ക് ശേഷം ഈ പള്ളിയിൽ വെച്ചാണ് അൽഫോൻസാമ്മ ഇവിടുത്തെ മാമോദിസ തൊട്ടിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അതിനുശേഷം 1917 നവംബർ മാസം 27 അൽഫോൻസാമ്മ ആദ്യ കുർബാന സ്വീകരണം നടത്തിയതും ഈ ദേവാലയത്തിനുള്ളിലാണ്. അൽഫോൻസാമ്മയുടെ മാതാപിതാക്കളെ സംസ്കരിച്ചിരിക്കുന്ന ഈ പള്ളിയുടെ കല്ലറയിലാണ്. അപ്പോൾ അങ്ങനെ അൽഫോൻസാമ്മയുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയ സമുച്ചയമാണ് കുടമാളൂരിലെ മർത്തുമറിയം പഴയ പള്ളി. അൽഫോൻസാമ്മയുടെ ബാല്യ കൗമാരം പിന്നിട്ട മുട്ടുച്ചിറയിലെ മുരിക്കൻ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ്. പാല FCC പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് ഇത് അതിമനോഹരമായി ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നത്. നമുക്ക് ഈ വീടൊന്ന് സന്ദർശിച്ചിട്ട് വരാം. അൽഫോൻസാമ്മയുടെ പുണ്യപാദങ്ങൾ സ്പർശിച്ച മണ്ണിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. അൽഫോൻസാമ്മയുടെ
പേരപ്പൻ്റെയും പേരമ്മയുടെയും ഭവനമാണിത്. 1670 ഈ ഭവനം നിർമ്മിച്ചത്. അൽഫോൻസാമ്മ മഠത്തിൽ ചേരുന്നതുവരെ, അതായത് അൽഫോൻസാമ്മയുടെ ബാല്യ കൗമാരം ഇവിടെയാണ് അമ്മ പിന്നിട്ടത്. ഇപ്പോഴും ഈ ഭവനം അതേപടി തന്നെയാണ് കാത്തുസൂക്ഷിക്കപ്പെടുന്നത്. തൻ്റെ സൗന്ദര്യമാണ് വിവാഹാലോചന വരാൻ കാരണമെന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ്മ ഈ ചാരക്കുഴിയിലാണ് തൻ്റെ കാല് പൊളിച്ചത്. നമ്മൾ ആദ്യം തന്നെ കയറുന്നത് മുരിക്കൻ വീടിൻ്റെ അടുക്കളയിലേക്കാണ്. അൽഫോൻസാമ്മ തൻ്റെ പേരമ്മയായിട്ട് ഒത്തിരി സമയം ചെലവഴിച്ചതും തൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചതും സന്തോഷങ്ങൾ പങ്കുവച്ചതൊക്കെ ഈ ഒരു അടുക്കളയിൽ തന്നെ ആവണം. ഇതാണ് മുരിക്കൻ വീടിൻ്റെ ഊട്ടുമുറി. ഈ ഒരു മുറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുരിക്കൻ കുടുംബം എത്രത്തോളം സമ്പന്നരായിരുന്നു എന്ന്. ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ഈ ഒരു തൊട്ടിൽ. അൽഫോൻസാമ്മ കിടന്നിരുന്ന തൊട്ടിലാണിത്. ഈ ഒരു തൊട്ടിലിനൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത അനേക വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രതിനന്ദിയായിട്ട് അവർ അവരുടെ കുഞ്ഞുങ്ങളെ ഈ തൊട്ടിൽ കിടത്തുന്നത് ഇവിടെ ഒരു നിത്യ സംഭവമാണ്. മുരിക്കൻ വീട്ടിലെ അൽഫോൻസാമ്മ കിടന്നിരുന്ന കട്ടിലാണിത്. ഇപ്പോഴും ഇത് വളരെ പൂജ്യമായാണ് സൂക്ഷിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതും അമ്മ പേഴ്സണൽ പ്രെയർ നടത്തിയതൊക്കെ ഈ ഇടത്തിലിരുന്നുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭവനത്തിലായിരിക്കുമ്പോഴാണ് അൽഫോൻസാമ്മയ്ക്ക് കൊച്ചുത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെടുന്നതും അതിലൂടെയാണ് അമ്മയ്ക്ക് സന്യാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രചോദനമായതും. അൽഫോൻസാമ്മയുടെ കാലത്ത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണപ്പെട്ടി, കോളാമ്പി, മരുന്നുകുപ്പികൾ തുടങ്ങിയ അനേകം നിത്യോപയോഗ സാധനങ്ങൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അൽഫോൻസാമ്മയെ വിശുദ്ധിയിലേക്ക് ഒരുക്കിയ മുരിക്കൻ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിലാണ്. അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചിരുന്ന അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനാ മുറി. ഇവിടെയാണ് അൽഫോൻസാമ്മ ചരൽ വിരിച്ച് ദിനരാത്രങ്ങൾ ഈശോയുമായി തൻ്റെ സുഖദുഃഖങ്ങൾ പങ്കുവച്ചത്. ഈ ഒരു മുറിയിൽ പണ്ട് ഉണ്ടായിരുന്ന അതേ ചിത്രങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പും തിരുരൂപവും നമുക്ക് കാണാൻ സാധിക്കും. അനേക വിശ്വാസികൾ ഇവിടെ ഇപ്പോഴും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴി സാധിച്ചു കിട്ടുന്നുമുണ്ട്. നമുക്കും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈശോയുടെ അൽഫോൻസാമ്മ വഴിയായി പ്രാർത്ഥിക്കാം. അൽഫോൻസാമ്മയ്ക്ക് കൊച്ചുത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെട്ടത് ഈ ഭവനത്തിലെ കിണറിന് സമീപത്ത് നിന്നാണ്. ഇന്നിതൊരു അത്ഭുത കിണറാണ്. അനേകം വിശ്വാസികൾ വന്ന് ഈ കിണറ്റിലെ വെള്ളം കുടിച്ച് രോഗസൗഖ്യം കിട്ടുന്നതായിട്ട് ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന തിരുവചനം സ്വന്തം ജീവിതം കൊണ്ട് അർത്ഥപൂർണമാക്കിയ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കഷ്ടപ്പാടുകളും രോഗപീഠകളും നിറഞ്ഞ സമയത്തും സ്വയം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമായി മാറി. തൻ്റെ നിശബ്ദ സാക്ഷ്യത്തിലൂടെയും കുട്ടികളോടുള്ള സ്നേഹനിർഭരമായ ഇടപെടലുകളിലൂടെയും അമ്മയെ തേടിയെത്തിയ അനേകർക്ക് അമ്മ പ്രാർത്ഥനയുടെ ആശ്വാസമായി, വിശ്വാസത്തിൻ്റെ വഴികാട്ടിയായി മാറി. ആ വിശുദ്ധ ജീവിതം പൂത്തു നിന്ന സ്ഥലമാണ് ഭരണങ്ങാനം. ഭരണങ്ങാനത്തെ ഈ ഫ്രാൻസിസ്കൻ മഠത്തിലാണ് അൽഫോൻസാമ്മ സന്യാസിനിയായി ജീവിച്ചതും 36-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായതും. തൻ്റെ പ്രാർത്ഥനകളാൽ ഈ മഠത്തെ സ്വർഗമാക്കിയ അമ്മയുടെ വിശുദ്ധമായ മുറിയിലേക്ക് നമുക്ക് പോകാം.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൈഫ് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ, ഞാൻ അൽഫോൻസാമ്മ താമസിച്ചിരുന്ന മുറി ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. ഇതിലെയാണ് മോളെ നമ്മൾ അൽഫോൻസാമ്മയുടെ മുറിയിലേക്ക് പോകുന്നത്. ഇത് അൽഫോൻസാമ്മയുടെ കാനനൈസേഷൻ്റെ സമയത്ത് ഇറക്കിയ സ്റ്റാമ്പാണ്. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു വനിതയുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റർ അൽഫോൻസാമ്മയുടെ പേരിലാണ്. നമുക്ക് ഇങ്ങോട്ട് കയറാം. ഈ റൂമിലാണ് അൽഫോൻസാമ്മ 8 വർഷം ജീവിച്ചത്. ഇവിടെ ഈ ജനലിൽ കൂടിയാണ് അൽഫോൻസാമ്മ കുട്ടികൾക്ക് ചാമ്പങ്ങയും കൊച്ചു പലഹാരങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പിലിരുന്നു കൊണ്ടാണ് അൽഫോൻസാമ്മ രോഗിയായിരുന്ന അവസരത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. അൽഫോൻസാമ്മ കിടന്നിരുന്ന കട്ടിലിനടുത്തേക്ക് പോകാം. ശരിക്കും ഇപ്പോഴും ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ടല്ലേ അൽഫോൻസാമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്? ഇപ്പോഴും ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല, മറ്റടുത്ത സ്കൂളുകളിൽ നിന്നൊക്കെ വന്നു പോകുന്നുണ്ട്. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്ന അൽഫോൻസാമ്മയ്ക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും അൽഫോൻസാമ്മയുടെ ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ അൽഫോൻസാമ്മ അവർക്ക് സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. ഈ മുറി എന്ന് പറഞ്ഞാൽ ഇവിടെ കയറുമ്പോഴൊരു വലിയൊരു ആനന്ദമാണ് എല്ലാവർക്കും. വരുന്നവരൊക്കെ പറയാറുണ്ട് ഈ മുറിയിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു പ്രകാശം പോലെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത്. മോളെ, ഇതാണ് അൽഫോൻസാമ്മ കിടന്ന കട്ടിൽ. ഈ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്തത്. അൽഫോൻസാമ്മ ലോകത്തിന് വേണ്ടി ഒരുപാട് സഹിച്ചു. അതെല്ലാം ഈ കട്ടിലിൽ കിടന്നുകൊണ്ടായിരുന്നു. ഈ കട്ടിലെല്ലാവരും ഇങ്ങനെ തൊട്ടുമുത്തി നിൻ്റെ കയറ് ഊരിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ടതും സഹനങ്ങൾ ഒരുപാട് കിട്ടിയതും പരവേശം ഉണ്ടായതും എല്ലാം ഈ കട്ടിലെ കിടക്കുമ്പോഴായിരുന്നു. ഈ കട്ടിലെ തൊട്ട് പ്രാർത്ഥിക്കുമ്പം ചിലർ പറയാറുണ്ട് ഒരു ശരീരമാകെ കോരിത്തരിക്കുന്ന അനുഭവമാണെന്ന്. ഈ മുറിയിൽ തന്നെയാണ് അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തിരുശേഷിപ്പിന് മുമ്പിൽ വന്ന് ധാരാളം ആൾക്കാർ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോകുന്നുണ്ട്. എപ്പോഴാണ് അൽഫോൻസാമ്മയ്ക്ക് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ടത്? അതായത് 1936 സംഭവം നടക്കുന്നത്. ആ സമയത്ത് നല്ല സഹനത്തിൻ്റെ അവസരമായിരുന്നു അൽഫോൻസാമ്മയ്ക്ക്. അപ്പോഴാണ് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം നൽകുന്നത്. ചാവറയച്ചൻ അന്ന് അൽഫോൻസാമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഫോട്ടോ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മനോഹരമായൊരു മ്യൂസിയമാണിത്. അൽഫോൻസാമ്മയുടെ വിദ്യാഭ്യാസ കാലത്ത് ലഭിച്ച സർട്ടിഫിക്കറ്റ് മുതൽ അമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് വളരെ പ്രഷ്യസായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽഫോൻസാമ്മയുടെ ഫോട്ടോസാണ്. അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇല്ല. സിസ്റ്റേഴ്സ് മരിച്ചാൽ ഫോട്ടോ എടുക്കാറില്ലായിരുന്നു. പക്ഷേ അൽഫോൻസാമ്മയുടെ ഫോട്ടോ അൽഫോൻസാമ്മ മരിച്ചു കിടക്കുന്നതും ഫാദറിനോടുകൂടി നിൽക്കുന്നതുമായിട്ടുള്ള സിസ്റ്റേഴ്സിനോടുകൂടി ഒപ്പം നിൽക്കുന്നതുമായിട്ടുള്ള വലിയ ഫോട്ടോസ് അന്ന് തന്നെ എടുത്തു. ഈ മോൻ്റെ രോഗശാന്തിയാണ് അൽഫോൻസാമ്മയുടെ വിശുദ്ധപദ പ്രഖ്യാപനത്തിന് ഇടയാക്കിയത്. അവൻ്റെ പേര് ജിനിൽ എന്നാണ്. ഇപ്പോൾ അവനൊരു വൈദിക വിദ്യാർത്ഥിയാണ്. AD 1004 സ്ഥാപിതമായ ഭരണങ്ങാനത്തെ സെന്റ് മേരീസ് ദേവാലയമാണിത്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ സീറോ മലബാർ പള്ളി. ഇന്ത്യയിലെ ലിസ്യൂക്സ് എന്ന രീതിയിൽ ഈ ദേവാലയം അറിയപ്പെടാൻ തുടങ്ങിയത് ഭാരതത്തിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയായ നമ്മുടെ അൽഫോൻസാമ്മ അന്ത്യവിശ്രമം ചെയ്യുന്ന ഇടം എന്ന നിലയിലാണ്. ഈ ദേവാലയത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ അൽഫോൻസാമ്മ സഭാവസ്ത്രം സ്വീകരിച്ചത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. പള്ളിയോട് ചേർന്നുള്ള ഈ കുന്നിൻ മുകളിലാണ് അൽഫോൻസാമ്മയുടെ കബറിടം ഉള്ളത്. വളരെ മനോഹരമായ ഈ ഇടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക തരം ശാന്തത നമുക്ക് അനുഭവപ്പെടും.
നമ്മൾ ഈ പടികൾ കയറി വരുമ്പോൾ അൽഫോൻസാമയുടെ കബറിടത്തിന് മുൻപിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 1986 നമ്മുടെ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് അൽഫോൻസാമയും ചാവറാച്ചനെയും വാഴ്ത്തപ്പെട്ടവരായി നാമകരണം ചെയ്ത വേദിയാണ്. ആ വേദി അതേപടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു ഗ്രോട്ടോ കൂടെ നമുക്ക് കാണാം. മാതാവിൻ്റെ രൂപമുണ്ട്, ക്രൂശിതനായ ഒരു ഈശോയുണ്ട്. തൊട്ടടുത്ത് അൽഫോൻസാമ മുട്ടിന്മേൽ നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ഗ്രോട്ടോ അർത്ഥമാക്കുന്നത് ക്രൂശിതനായ ഈശോയെ എത്രമാത്രം അൽഫോൻസാമ സ്നേഹിച്ചിരുന്നു എന്നതാണ്. പലയിടങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഇവിടെ വരാറുണ്ട്. അൽഫോൻസാമയുടെ ജീവചരിത്രം വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു അൽഫോൻസിൻ ഗ്യാലറിയാണിത്. അമ്മയുടെ ജനനം മുതൽ കന്യാസ്ത്രീ ആയതും മരിച്ചതും പിന്നീട് വിശുദ്ധയായി മാറിയതുമൊക്കെ അതിമനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. സഹനങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നുപോയ അൽഫോൻസാമ വേദനിക്കുന്നവരുടെ ഒരു ആശ്വാസം തന്നെയാണ്. നമുക്ക് അൽഫോൻസാമയുടെ കബറിടത്തിനടുത്ത് പോയി ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാം. അൽഫോൻസാമ സ്വർഗം പ്രാപിക്കുന്നത് 1946 ജൂലൈ 28 ജൂലൈ 29 ഉച്ചയ്ക്ക് മുമ്പാണ് അൽഫോൻസാമയുടെ സംസ്കാര ശുശ്രൂഷകൾ ഇവിടെ നടന്നത്. അമ്മയെ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അന്ന് അമ്മയുടെ ആത്മീയ പിതാവായിരുന്ന ബഹുമാനപ്പെട്ട റോമുളൂസ് CMI വളരെ പ്രവാചകതുല്യമായ ഒരു ഭാഷണം നടത്തുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു, വളരെ തുലവും തുച്ഛം ആളുകൾ മാത്രമേ ഇന്നിവിടെയുള്ളൂ. എന്നാൽ ഇത് ലിസ്യുവിലെ ചെറിയ പോലെ തന്നെ മഹാവിശുദ്ധയായ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പ്രദാനം ചെയ്യുന്നത്. അമ്മ മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉടനെ തന്നെ അമ്മയെ പറ്റിയുള്ള അമ്മയുടെ വിശുദ്ധിയുടെ പരിമളം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ തിരികളുമായിട്ട് ഇവിടെ വരികയും പൂക്കളുമായിട്ട് ഇവിടെ വരികയും അമ്മയുടെ കബറിടത്തിൽ പൂക്കൾ വെക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾക്ക് അമ്മ വേഗം, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച അമ്മ വേഗം ഉത്തരം നൽകുകയും ചെയ്തു. അവർ വഴിയായിട്ട് മാതാപിതാക്കന്മാർ അറിഞ്ഞു. വളരെ പെട്ടെന്ന് അമ്മ ഈ നാട്ടിൽ മുഴുവനും പ്രസിദ്ധിയായിത്തീർന്നു. പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ ഈ കബറിടത്തിലേക്ക് രാത്രിയും പകലും ഇന്ന് വരെയും പരീക്ഷയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാന സ്വീകരിക്കാത്ത ദിവസം, ഇഷ്ടപ്പെട്ടു പോയ ദിവസം എന്ന് അമ്മ പറയുന്നത്. ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ കുമ്പസാരമാണ്, വിശുദ്ധ കുർബാനയും. ധാരാളം ആളുകൾ, ചെറുപ്പക്കാരുൾപ്പെടെ ധാരാളം ആളുകൾ രാവിലെ മുതൽ ആഴ്ചയുടെ 7 ദിവസവും ഇവിടെ സംസാരിക്കുന്നതിന് സൗകര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ 13 അച്ഛന്മാരുണ്ട്. എൻ്റെ കൂടെയുള്ളത് ഇവിടുത്തെ വൈസ് റെക്ടറച്ഛനാണ്. 3 വൈസ് റെക്ടറച്ഛന്മാരുണ്ട്. അച്ഛൻ്റെ പേര് ജോസഫ് അമ്പാട്ട്. അച്ഛനെ ഈ മണ്ണങ്ങാനം അടുത്തുള്ള അമ്പാറനിൽപ്പൽ സ്വദേശിയാണ്. അച്ഛനെ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ അച്ഛൻ്റെ അമ്മ, മാതാപിതാക്കന്മാർ ഈ കബറിടത്തിൽ കൊണ്ടുവന്ന് അമ്മയുടെ മടിയിൽ കിടത്തിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയ അനുഭവമാണ് അച്ഛന്. വ്യക്തിപരമായിട്ട് എനിക്കും വലിയൊരു അനുഭവമാണ് അമ്മയുടെ സാന്നിധ്യം. എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വളരെ മാരകമായ ഒരു രോഗം എന്നെ ബാധിച്ചു. ഒരു മേജർ ഓപ്പറേഷൻ, 50 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഓപ്പറേഷൻ. ഞാനത് പൂർണ്ണമായിട്ടും അൽഫോൻസാമയെ ഏൽപ്പിച്ചു. പല ആളുകളും പറഞ്ഞു അൽഫോൻസാമയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ വന്നപ്പം അമ്മ അനുഭവിച്ച വേദനയുടെ ഒരു ഭാഗം അമ്മ നൽകുന്നതാണ്. ഞാനത് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയും. മാത്രമല്ല, ജീവിതത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വലിയൊരു ദൈവാനുഭവം രോഗത്തിന്റെ വേദനകളിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞു. അത് അമ്മ നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച നമ്മുടെ അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും എന്നും ഒരു വെളിച്ചമായി കൂടെ ഉണ്ടാകട്ടെ. അൽഫോൻസാമയെ പോലെ
നമുക്കും ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാം. മറ്റൊരു തീർത്ഥയാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.